താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. 6 വിദ്യാർത്ഥികൾക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഷബ്ന സിയാദ് ചെയ്തു ഇപ്പോൾ ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷബ്ന, ഏത് സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? ഉപാധികളുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഇവർ 100 ദിവസത്തോളമായി ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്നു എന്ന വാദം പരിഗണിച്ചാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഉപാധികൾ പ്രധാനമായും വെച്ചിട്ടുള്ളത് അന്വേഷണവുമായി സഹകരിക്കും എന്ന് രക്ഷിതാക്കൾ ഉറപ്പ് നൽകണം. രക്ഷിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. 50,000 രൂപയുടെ ബോണ്ട് ഓരോ വിദ്യാർത്ഥികളും സമർപ്പിക്കണം എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമാനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടരുത്, ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളെ സ്വാധീനിക്കാനോ മറ്റ് നടപടികളിലേക്കോ പോകരുത് തുടങ്ങിയ ഉപാധികളും കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഈ വിദ്യാർത്ഥികൾ ആദ്യഘട്ടത്തിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ റിസൾട്ട് തടഞ്ഞു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിൽ നിന്നും വിജയിച്ച വിദ്യാർത്ഥികളുടെ റിസൾട്ട് തടഞ്ഞു വെച്ചു എന്നാരോപിച്ച് ഹർജിയും നൽകിയിരുന്നു. ഈ റിസൾട്ട് തടഞ്ഞു വെക്കുന്നതിൽ കോടതി ഇടപെടുകയും ആദ്യം തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് സർക്കാർ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. പിന്നീടാണ് ഇവർക്ക് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നത്. അലോട്ട്മെന്റ് +1 അലോട്ട്മെന്റിന് അനുവാദം കൊടുക്കണം എന്ന ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നു. അതും കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു. ഈ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഇവർക്ക് താൽക്കാലികമായി ഇവരെ സ്കൂളുകളിൽ എത്തിക്കാനും പോലീസിനോട് സുരക്ഷ ഉറപ്പാക്കാനും പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. പ്രതികളെ ജാമ്യത്തിൽ വിട്ട് ഈ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ ജാമ്യത്തിൽ വിട്ട് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നും അവരുടെ ജീവൻ അപകടത്തിലാകും എന്ന് വിലയിരുത്തിയായിരുന്നു നേരത്തെ ഇവരുടെ ജാമ്യ ഹർജി കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും വിദ്യാർത്ഥികൾ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ തന്നെ സമീപിച്ചത്. പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പ്രഥമദൃഷ്ട്യാ അടിസ്ഥാനമുണ്ട് എന്ന് കോടതി ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു. പൊതുസ്ഥലത്ത് അക്രമം അഴിച്ചുവിട്ടെന്നും മൃഗീയമായി ആക്രമിച്ചതെന്നും ദയയില്ലാതെ കൊന്നെന്നുമാണ് ആരോപണം എന്ന് പ്രോസിക്യൂഷനും കോടതിയിൽ വാദിച്ചിരുന്നു. ഇത് കോടതി ആദ്യഘട്ടത്തിൽ വിലയിരുത്തുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇപ്പോൾ 100 ദിവസമായി ഈ രീതിയിൽ ഇവർ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്നു എന്നത് കണക്കിലെടുത്ത് ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിക്കാൻ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടിട്ടുള്ളത്. പ്രോസിക്യൂഷൻ എന്ത് നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത് ഈ വിഷയത്തിൽ, ഷബ്ന? പ്രോസിക്യൂഷൻ ഇതിൽ ശക്തമായി തന്നെ എതിർത്തിരുന്നു. ബാലാവകാശ കമ്മീഷൻ ശുപാർശ പോലും ഈ കുട്ടികളുടെ റിസൾട്ട് തടഞ്ഞു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ബാലാവകാശ കമ്മീഷന്റെ ശുപാർശ ആ രീതിയിലുള്ള സ്വഭാവത്തിലുള്ളതാണ് എന്നതായിരുന്നു സർക്കാർ ഈ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന വിശദീകരണം. അതോടൊപ്പം തന്നെ ഈ രീതിയിൽ ഇത്തരത്തിലൊരു മൃഗീയമായ അല്ലെങ്കിൽ ഈ സഹപാഠിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികൾ പെരുമാറിയത് അത് ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്ന സംഭവമാണ്, കൊലപാതക കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത്, ഇവർ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് സർക്കാർ വാദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊന്ന് കോടതിയിൽ ഈ സർക്കാർ ആവശ്യപ്പെട്ടത്, ഈ വിദ്യാർത്ഥികൾക്ക് വലിയ ഭീഷണിയുണ്ട്, ഇവർ പുറത്തിറങ്ങിയാൽ ഇവരുടെ ജീവനും ഭീഷണിയാണ്, അതുകൊണ്ടും ഇവരെ ഈ ഒബ്സർവേഷൻ ഹോമിൽ തന്നെ പാർപ്പിക്കുന്നതാണ് ഉചിതം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ പ്രവൃത്തി ലഘുവായി കാണാവുന്ന ഒന്നല്ല എന്നതായിരുന്നു സർക്കാരിന്റെ വാദം. പക്ഷേ കോടതി ഇപ്പോൾ ഏതായാലും ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് 100 ദിവസമായി ഇവർ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുകയാണ്. അതോടൊപ്പം തന്നെ ഉപാധികൾ അനുസരിച്ചാണ് ഇപ്പോൾ ഇവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കണം, മാതാപിതാക്കളാണ് ഇതിൽ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഷബ്ന, ഈ ട്യൂഷൻ യാത്രയപ്പിന് ആ ചടങ്ങിനിടെ ഉണ്ടായ സംഘർഷം, ഷഹബാസ് എന്ന വിദ്യാർത്ഥിയുടെ വധത്തിലേക്ക് എത്തുന്ന സാഹചര്യം, അതിനുശേഷവും ഈ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ അടക്കമുള്ളവ ഒക്കെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച, മരവിപ്പിച്ച ഒരു സംഭവമായിരുന്നു. ആ പ്രമാദമായ കേസിലാണിപ്പോൾ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ആ കേസിന്റെ കാര്യത്തിലേക്ക് കൂടി വന്നാൽ ലക്ഷ്മി, തീർച്ചയായും താമരശ്ശേരിയിലെ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഈ 6 വിദ്യാർത്ഥികളായിരുന്നു ഇതിൽ പ്രതിസ്ഥാനത്ത് വരികയും ഇവർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്ത് 15-കാരനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഈ പ്രതികളുടെ പ്രവൃത്തി വളരെ ഗൗരവമുള്ളതാണെന്നും അത് ലഘുവായി കാണാൻ പറ്റില്ല എന്നും കോടതി തന്നെ ആദ്യഘട്ടത്തിൽ വിലയിരുത്തി ഇവർക്ക് ജാമ്യം തള്ളുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ്
ഈ ഷഹബാസിന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷഹബാസ് ഫെബ്രുവരി 28-ന് മരണമടയുകയായിരുന്നു. അതിനുശേഷമാണ് ഈ വിദ്യാർത്ഥികൾ പ്രതിസ്ഥാനത്തുള്ളവരെ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഇവരുടെ കേസെടുക്കുകയും തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കുകയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കുകയും ചെയ്ത് അതിനുശേഷം ജുവനൈൽ ജസ്റ്റിസ് ബോർഡും സെഷൻസ് കോടതിയും ഇവർക്ക് ജാമ്യം നിഷേധിച്ചു. പിന്നീട് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ആദ്യം ജാമ്യാപേക്ഷ നിരസിച്ചു. പിന്നീട് ഇപ്പോൾ മാത്രമാണ് ജാമ്യം അനുവദിച്ചത്. കുട്ടികളായ ഹർജിക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആഴ്ചകളായി കസ്റ്റഡിയിലാണ്. ഇപ്പോൾ 100 ദിവസമായി കസ്റ്റഡിയിലാണ്. ഇവർക്കെതിരെ ആരോപിക്കുന്ന കുറ്റത്തിന് അടിസ്ഥാനമില്ല എന്നതായിരുന്നു ഈ പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ അവർ തടങ്കലിലല്ല, കോഴിക്കോട് ജുവനൈൽ ഹോമിലാണ് പാർപ്പിച്ചിരുന്നത്. അത്തരത്തിൽ തടങ്കലിലിട്ടു എന്ന് പറയാൻ സാധിക്കില്ല എന്നതായിരുന്നു സർക്കാരിന്റെ വാദം. ഹർജിക്കാർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൊലപാതക കുറ്റമാണെന്നും ബാലനീതി നിയമം കുട്ടികളുടെ ആകെ ക്ഷേമം മുൻനിർത്തിയുള്ളതാണെന്നും ആദ്യഘട്ടത്തിൽ ജാമ്യാപേക്ഷ തള്ളി കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കുട്ടികൾ ഈ 100 ദിവസമായി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ അല്ലെങ്കിൽ ബോർഡിന്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ അത് കൂടി പരിഗണിച്ച് ഈ ജാമ്യം നൽകാം എന്നതാണ് ഇപ്പോൾ കോടതി തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ പരീക്ഷ എഴുതൽ, അവരുടെ സ്കൂൾ പ്രവേശനം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഷഹബാസിന്റെ രക്ഷിതാക്കൾ അതിനെതിരെയൊക്കെ പോരാട്ടം നടത്തുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കു കൂടി പങ്കുണ്ട് എന്ന തരത്തിലും ആരോപണം ഉയർത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ കേസ് അന്വേഷണം ഏത് തരത്തിലാണ് ഉള്ളതിപ്പോൾ? ഇതുമായി ബന്ധപ്പെട്ട് കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുണ്ട് എന്ന വിവരം നമ്മൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ അവർ ആവശ്യപ്പെടുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റിന് കൂടുതൽ സ്കൂളുകൾ അനുവദിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രവേശനം, +2 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ ഈ മറ്റു കുട്ടികൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഈ മാതാപിതാക്കൾ ഉന്നയിച്ചിരുന്നു. ഇവർ ഈ മാതാപിതാക്കൾ ഉന്നയിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇവർക്ക് മേൽ ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചത്. ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ 10ാം ക്ലാസ് പരീക്ഷ ഫലം തടഞ്ഞുവെച്ചു. അതിനുശേഷം അതിൽ കോടതി വിമർശനമുണ്ടായി. പരീക്ഷ എഴുതാൻ അനുവദിച്ച ശേഷം റിസൾട്ട് തടഞ്ഞുവെക്കുന്നത് എന്ത് അധികാരത്തിലാണ് എന്നതായിരുന്നു സർക്കാരിനോട് കോടതി ചോദിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. പിന്നീട് ഈ കുട്ടികൾക്ക് അലോട്ട്മെന്റിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്ന് കോടതി തന്നെ നിർദ്ദേശിച്ചു. അതിനുശേഷം ഈ അലോട്ട്മെന്റിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ഈ വിദ്യാർത്ഥികളെ ഈ അലോട്ട്മെന്റിനായി കൊണ്ടുപോകുമ്പോൾ തന്നെ വലിയ പ്രതിഷേധം ആ സ്കൂളിന് മുമ്പിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഈ ഒരു കൊലപാതക കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളാണ്. ഇവർക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നൽകുന്നത് ഒരു നിയമപരമായി കോടതി ഇത് അനുവദിച്ചു. പക്ഷേ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നൽകുന്നത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ഇത് തെറ്റായ സന്ദേശം നൽകും എന്ന് പ്രതിഷേധക്കാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ കോടതി നിർദ്ദേശപ്രകാരം ഇവർക്ക് അലോട്ട്മെന്റിനുള്ള സൗകര്യം കോടതി ഒരുക്കുകയും അതിനുശേഷം സർക്കാർ ആ രീതിയിൽ SSLC പരീക്ഷ കഴിഞ്ഞ് +1 പ്രവേശനത്തിന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇവരുടെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കുന്നത്. വാദം കേട്ടിപ്പോൾ ഇന്നിപ്പോൾ വിധി പറയുന്നത്. അതിൽ ഈ ഷഹബാസിന്റെ കുടുംബത്തിന്റെ ഒരു ആശങ്ക, അതിൽ വലിയ ഇപ്പോൾ തന്നെ ഈ പിതാവ് അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ വരുന്നത് വലിയ ആശങ്കയിലുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകിയതിൽ ആശങ്കയുണ്ടെന്ന് പിതാവ് പറയുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റിന് അവസരം നൽകിയതിനെതിരെയും ഷഹബാസിന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു. ഈ ക്രിമിനൽ നടപടിക്രമങ്ങൾ, ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയ കുട്ടികൾക്കാണ് ഈ രീതിയിലൊരു പരിഗണന നൽകുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു തെറ്റായ സന്ദേശം നൽകും എന്നതായിരുന്നു ഈ ഷഹബാസിന്റെ കുടുംബത്തിന്റെ ഒരു ആരോപണം. ഏതായാലും ഇപ്പോൾ കോടതി ഈ 6 വിദ്യാർത്ഥികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അന്ന് ഷഹബാസിനെ മർദ്ദിച്ച ശേഷം പുറത്തു വന്ന ദൃശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന വാർത്തകൾ എല്ലാവരെയും ഉലയ്ക്കുന്ന തരത്തിൽ ഉള്ളതായിരുന്നു. ഈ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങളൊക്കെ പലപ്പോഴും വാർത്തയാകാറുണ്ടെങ്കിലും അതൊരു വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് എത്തിക്കുന്ന സ്ഥിതി ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് ഈ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ തന്നെ നടത്തിയ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ സംഭാഷണങ്ങൾ, ഇതെല്ലാം തന്നെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച
സംഗതിയായിരുന്നു. അതിലാണ് ഇപ്പോൾ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ആ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഈ കുട്ടികളുടെ പരീക്ഷ എഴുതലുമായി ബന്ധപ്പെട്ടും ഷപ്ന സൂചിപ്പിച്ചതുപോലെ അവരുടെ ഫലം വന്നപ്പോഴും അവരുടെ വീണ്ടുമുള്ള +1 പ്രവേശനത്തിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ജാമ്യം കൂടി ലഭിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് അല്ലേ? കാരണം ഇവർക്ക് ഈ അലോട്ട്മെന്റ് നൽകിയ സാഹചര്യത്തിൽ തന്നെ ഇവരെ അത്തരത്തിൽ അലോട്ട്മെന്റിന് അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഈ താമരശ്ശേരിയിലും ഈ കുട്ടികൾ പ്രവേശനം നേടിയ സ്കൂളിന് മുന്നിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴേതായാലും കോടതിയെ സംബന്ധിച്ച് കോടതി ആദ്യഘട്ടത്തിൽ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയതാണ്. ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആദ്യം തള്ളി, അതിനുശേഷം സെഷൻസ് കോടതി തള്ളി, പിന്നീട് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളി. ഹൈക്കോടതി ആദ്യം ജാമ്യാപേക്ഷ തള്ളുമ്പോൾ ഇവർ കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നത് പ്രതികൾ ചെയ്തത് അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ ചെയ്തത് ഒട്ടും ലാഘവത്തോടെ എടുക്കാവുന്ന ഒരു കാര്യമല്ല, ഗൗരവമുള്ള വിഷയമാണ് എന്ന് പറഞ്ഞാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. ഈ രണ്ടാം ഘട്ടവും കോടതി ഇപ്പോൾ പരിഗണിച്ചിട്ടുള്ളത് ഇവർ 100 ദിവസമായി ഇത്തരത്തിൽ ഒബ്സർവേഷൻ ഹോമിലാണ്. പിന്നെ ഈ വിദ്യാർത്ഥികളുടെ പ്രായം ഈ 10ാം ക്ലാസ് മാത്രം പ്രായമുള്ള അല്ലെങ്കിൽ 15 വയസ്സുള്ള വിദ്യാർത്ഥികളാണ്. ഇവരുടെ പ്രായം, അതുപോലെ ഇവർ പറഞ്ഞിട്ടുള്ള ഇവർക്ക് മുന്നിൽ വെച്ചിട്ടുള്ള കണ്ടീഷൻസ്, ഇപ്പോൾ ജാമ്യാവ്യവസ്ഥയായി കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് മാതാപിതാക്കളോട് സത്യവാങ്മൂലം നൽകണം, സമാനമായ കുറ്റത്തിൽ ഏർപ്പെടരുത്, ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഈ കുട്ടികൾ നടത്തരുത്, മറ്റൊന്ന് സാക്ഷികളെ സ്വാധീനിക്കരുത്, അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം തുടങ്ങിയ വ്യവസ്ഥകൾ കോടതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ജാമ്യം നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ കോടതിയുടെ ഈ തീരുമാനം ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായേക്കാം. കാരണം ഇത്തരത്തിൽ അതിക്രൂരമായി ഒരു 15 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ നിയമപരമായി കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഈ 100 ദിവസം എന്ന് കണക്കാക്കിയാണ് ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുള്ളത്. ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. ഇനി ഷഹബാസിന്റെ മാതാപിതാക്കൾ അടക്കമുള്ളവരുടെ പ്രതികരണമാണ് അറിയേണ്ടത്. അവരെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് അതിലേക്ക് എത്താം. ഷപ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ലീഗൽ ഡെസ്കിൽ നിന്ന്.